നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പിശാചിനോട് ദൈവം പറയുന്ന ഒരു വലിയ ശിക്ഷാവാക്യമാണിത്. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവളുടെ പുത്രൻ നിന്റെ ശിരസ്, നിന്റെ തല തകർക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യ പ്രവചനമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആദ്യ പ്രവചനമായി വേദഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉൽപ്പത്തിയുടെ വിവരണമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു വലിയ വിവരണം. പരിശുദ്ധ അമ്മയോട് പിശാചിന് ശത്രുതയുണ്ടാകുമെന്ന് ഉൽപ്പത്തിയിൽ തന്നെ പ്രവചനമുണ്ട്. പ്രിയപ്പെട്ടവർ, ആ ശത്രുത വർദ്ധിച്ചു വരികയാണ്. എവിടെയെല്ലാം പരിശുദ്ധ അമ്മ ആദരിക്കപ്പെടുന്നോ, വണങ്ങപ്പെടുന്നുവോ, ഉയർത്തപ്പെടുന്നുവോ, അവിടെ പിശാചിന് സഹിക്കാൻ പറ്റില്ല. പിശാചിന് അത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എവിടെയെല്ലാം പരിശുദ്ധ അമ്മ വണങ്ങപ്പെടുന്നുവോ, ആദരിക്കപ്പെടുന്നുവോ, അവിടെ അതിൻ്റെ എതിർപ്പ് പിശാച് കൊണ്ടുവരും. അത് വ്യക്തികളിലൂടെയാകാം, ചിന്തകളിലൂടെയാകാം, പഠനങ്ങളിലൂടെയാകാം. പരിശുദ്ധ അമ്മയെ തകർക്കാൻ വേണ്ടി, രക്ഷകന്റെ വരവ്, ദൈവീകമായ വരവിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പിശാച് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിശ്ചയമായും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചുവട് പിടിച്ച്, വചനത്തിൻ്റെ ചുവട് പിടിച്ച് നമുക്ക് ശക്തമായിട്ട് തന്നെ വിശ്വസിച്ച് ഏറ്റുപറയാൻ പറ്റും, എവിടെ പരിശുദ്ധ അമ്മയ്ക്കെതിരെ ഒരു ചിന്തയോ ഒരു പ്രവർത്തനമോ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്. ആരെങ്കിലും ഒരാൾ പരിശുദ്ധ അമ്മയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നുണ്ടെങ്കിൽ, എതിർക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ ശക്തമായ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്. ആരെങ്കിലും ജപമാല എതിർക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പരിശുദ്ധ അമ്മയുടെ വണക്കത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ സുവിശേഷത്തോടുള്ള സ്നേഹമല്ല, ഈശോയോടുള്ള സ്നേഹമല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ പ്രവർത്തനമാണ് എന്ന് കൃത്യമായിട്ട് വേദഗ്രന്ഥത്തിൻ്റെ ആദ്യ താളുകളിൽ തന്നെ മാനവകുലത്തോട് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുറിച്ചു വെച്ചിട്ടുണ്ട്.